ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നൊരു ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മറ്റൊന്നുമല്ല, എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ലഡുവിൻ്റെ മോത്തിച്ചൂർ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് ഞാൻ 2 കിലോ മോത്തിച്ചൂർ ഉണ്ടാക്കുന്നത് ലഡു ഉണ്ടാക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ 1 കപ്പൊക്കെ എടുത്ത് ട്രൈ ചെയ്തിട്ട് ചെയ്താൽ മതിയാവും. കടലമാവ് എടുക്കുമ്പം 2 ടൈപ്പ് കടലമാവുണ്ട്. ഒന്ന് കനം കൂടിയതും കനം കുറഞ്ഞതും, അങ്ങനെ 2 ടൈപ്പാണ് കടലമാവ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല, ഓരോ നിങ്ങൾ എടുക്കുന്ന കടലമാവിനനുസരിച്ചിരിക്കും. അപ്പം എന്നാലും പറയുമ്പം നമ്മൾക്ക് ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും, ആ ഒരു അളവിലായിരിക്കും വേണ്ടി വരുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മോത്തിച്ചൂറിൻ്റെ തന്നെ ഉള്ള 0 നമ്പർ 1ൻ്റെ ഹോളുള്ള അരിപ്പയാണ് ഇത്. കടയിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. കടയിൽ നമ്പർ 0യും നമ്പർ 1ഉം ആണ് മോത്തിച്ചൂറിനായിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ചെറുതായിട്ട് ഗോളായിട്ട് വരുന്നുണ്ട്. അപ്പം മനസ്സിലാവുന്നുണ്ട്. ഇതാണെങ്കിൽ ഞാനൊരു ഡബ്ബയുടെ മണ്ടയ്ക്ക് ടാപ്പ് ചെയ്താണ് എടുക്കുന്നത്. കടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ കിട്ടുന്ന കുറച്ചും കൂടെ വലിയ മോത്തിയായിട്ടാണ് കിട്ടുന്നത്. ഇത് 01ൻ്റെ ആണ്. ഇത് വളരെ ചെറുതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യ ഒരു സ്റ്റൈലാണ്. അപ്പോൾ വളരെ ചെറിയ മോത്തിയാണ്. ചെറിയതെന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിൽ എത്ര കാണുന്നതെന്ന് എനിക്കറിയത്തില്ല, വളരെ ചെറുതാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു അരിപ്പയും കൂടെ വേണം കേട്ടോ. നമ്മളിങ്ങനെ ഇത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക മൊത്തത്തിൽ. ഇതിനകത്ത് വേറെ ബാറ്ററിനകത്ത് വേറെ ഒന്നും ചേർക്കില്ല, കടലമാവും വെള്ളവും മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ മൊത്തം നമ്മൾ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് അത് വരത്തുള്ളൂ. ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ 1 കപ്പ് കടലമാവിന് 1 കപ്പ് തന്നെ വേണം പഞ്ചസാര കേട്ടോ. അപ്പം 2 കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. അതിനാകുമ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കണം വെള്ളം. 1 കപ്പിന് ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാന്ന് വെച്ചാൽ നൂല് പരുവം ഒന്നും വരണ്ട. കറക്റ്റ് ജസ്റ്റ് പഞ്ചസാര അലിയണം, അത്രയേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പിന്നെ ഞാനൊരു കളറിന് വേണ്ടിയിട്ടും കടയിൽ ചെയ്യുന്ന രീതിയിൽ ആയതുകൊണ്ടാണ് ഞാനൊരു യെല്ലോ, ഒരു കാലെന്ന് പറഞ്ഞാൽ ശകലം, ഒരു പിഞ്ചെന്നൊക്കെ പറയാം, അത്രേ ചേർത്തിട്ടുള്ളൂ യെല്ലോ കളറ്. അപ്പം പിന്നെ ചേർക്കുന്ന ഓറഞ്ച് റെഡ് കളറാണ്. അത് ചേർക്കുമ്പം എല്ലാക്കാട്ടിലും കുറച്ച് ഡബിള്, മീൻസ് ഒരു ഹാഫ്, 2 പിഞ്ച്, അതാണ് കറക്റ്റ്. ഇത് ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നെ കടയിലെ മെയിനായിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സ് ആണ് ലിക്വിഡ് ഗ്ലൂക്കോസ്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഇത് എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ലഡുവിൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഷൈനിങ്ങോടെയും നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ദിവസത്തെ കൂടെ തന്നെ സോഫ്റ്റായിട്ട് കുറേ ദിവസം വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ആകുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ആവുമല്ലോ, അങ്ങനെ അതൊന്നും ആകെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ദിവസം പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ഷുഗറെല്ലാം അലിഞ്ഞു കഴിയുമ്പോൾ ആദ്യം മോത്തി ഇടണം. ഉണ്ടാക്കി വെച്ച മോത്തിയില്ലേ ഫ്രൈ ചെയ്ത്, അതിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ലിക്വിഡ് ഗ്ലൂക്കോസ് ഇട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കുമ്പോൾ കുറച്ചൊക്കെ ആ മോത്തി എല്ലാം ഷുഗറെല്ലാം കുടിച്ചിട്ടുണ്ടായിരിക്കും. ആ നമ്മൾ ഫ്രൈ ചെയ്ത് അതെല്ലാം കുടിച്ചിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം വേണം നമ്മൾ ലിക്വിഡ് ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട്. അത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇപ്പം ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്താണ് എടുത്തിരിക്കുന്നത് ഈ മോത്തി മൊത്തം. നിങ്ങളിപ്പം ഗീലാണ് എങ്കിൽ ഒരിക്കലും ഗീ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓയിൽ ചേർത്തുകൊണ്ടാണ് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത്. ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യ രീതിയിലായതുകൊണ്ടാണ് കേബറ ബട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇവിടുത്തെ നോർത്ത് ഇന്ത്യ രീതിയിലുള്ള ബിരിയാണിക്കും എല്ലാം സ്വീറ്റ്സിനും ഒക്കെ ചേർക്കാറുള്ളതാണ്. ഒരുപാട് വേണ്ട, ഒരു ടീസ്പൂൺ
അത്രയും മതിയും, 1/2 ടീസ്പൂണും ഒക്കെ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലാത്തൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് കുറച്ച് കൂളാവാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് ഇതേണ്ട നല്ല കുക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ നോർമലായിട്ട് ഒന്നും വേണ്ടാന്നെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ട് ക്രഷ് ചെയ്തതും പിന്നെ ഇതിൻ്റെ മഹത് സീഡ് എന്നും പറഞ്ഞ ഒരു സീഡ് കിട്ടും. അപ്പം അത് ചേർക്കാം. അതും ചേർത്ത് മിക്സ് ചെയ്ത്, ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കിസ്മിസ്, കാഷ്നട്ട് ക്രഷ് ചെയ്തത് ഒക്കെ ചേർക്കുമല്ലോ. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ. പിന്നെ ഡെക്കറേഷൻ ഓരോരുത്തരുടെ ഓരോ സ്റ്റൈലനുസരിച്ച് എഡിബിൾ എന്താ പറയുക, എഡിബിളായിട്ടുള്ള എന്ത് വേണേലും ചേർക്കാം. പിന്നെ എഡിബിൾ ഫോയിൽ പേപ്പർ ചേർക്കാറുണ്ട് കടയിൽ. അപ്പോൾ ഡെക്കറേഷൻ നമ്മുടെ രുചി അനുസരിച്ചിട്ടൊക്കെ ചേർക്കാം. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റോടെ, നമുക്ക് കടയിലേക്കാട്ടിലും നല്ല ടേസ്റ്റോടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, ഹെൽത്തി ആയിട്ട് തന്നെ. അപ്പം കളറൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം വേണമെങ്കിൽ യെല്ലോ കളർ ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അധികം ആ കളർ യെല്ലോ വേണ്ടി വരത്തില്ല. കാരണം അതിലും ഒരു യെല്ലോയിഷ് കളർ ഉണ്ടല്ലോ. അപ്പം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ഈ ദീപാവലിക്കൊന്ന് ട്രൈ ചെയ്തേക്കണം. സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡുവാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല എത്ര സോഫ്റ്റ് ആണെന്ന്. കഴിക്കുന്ന എൻ്റെ മോളാണ്. അപ്പം അതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക് എത്ര സോഫ്റ്റ്, എത്ര ഷൈനിങ് ആയിട്ടുള്ള ഒരു ലഡു ആണെന്ന്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. ഇതാണ് നമ്പർ 1 മോത്തി ഉണ്ടാക്കുന്നത്. കണ്ടോ എത്രമാത്രം. ഇത് കുറച്ച് കുഴിയായിട്ട് വന്നിട്ട് ഹോളാണ്. കണ്ടോ, ഇപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമോ. പിന്നെ നമ്മുടെ നാട്ടിലെ ലഡുവൊക്കെ ഉണ്ടാക്കുന്നത് ഇതാണ്, ഈ ഒരു ടൈപ്പ്. കണ്ടോ, ഹോള് വന്നിട്ട് വലിയ ഹോള്. ബാക്ക് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു.